ഹേ സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ബബ്ബ എന്ന സിനിമയുടെ റിവ്യൂ ആണ്. ഭയം ഭക്തി ബഹുമാനം. അപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ ധനഞ്ജയ് ശങ്കറാണ്. റിട്ടേൺ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫഹീം, നമ്മുടെ സഫറും നൂറിനാണ്. എല്ലാവർക്കും ഫെമിലിയർ ആയ രണ്ട് ആക്ടേഴ്സാണ്. പിന്നെ നമ്മുടെ ഗോപാൽജിയാണ്, ഗോകുലം ഗോപാലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റാറിൽ നമ്മുടെ ദിലീപ് ഉണ്ട്, മോഹൻലാൽ ഉണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്, നമ്മുടെ സലിം കുമാർ ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത്യാവശ്യം നിറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രഫി നമ്മുടെ ആർമമാണ്. പിന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ രഞ്ജൻ. എഡിറ്റിംഗ് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള എഡിറ്റ് തന്നെയായിരുന്നു. മ്യൂസിക് നമ്മുടെ ഷാൻ റഹ്മാനാണ്. പിന്നെ ഒറിജിനൽ സ്കോർ ചെയ്തത് ഗോപിചന്ദ്രാണ്. മാറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചാനലിലൂടെ പറഞ്ഞാണ്, അത് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മ്യൂസിക്കും സ്കോറൊക്കെ കുഴപ്പമില്ലെന്ന് പറയായിരുന്നു. നമ്മുടെ ആട് ത്രീയിലൊക്കെ പോലെ ഒരു സെപ്പറേറ്റ് ബീജമൊക്കെ കൊടുക്കായിരുന്നു. അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഒന്നും പറയാനില്ല അതിനെ പറ്റിയൊന്നും. പിന്നെ സിനിമയുടെ റിവ്യൂവിനെ പറ്റി കിടക്കുമ്പോൾ സിനിമ എനിക്കൊരു വളരെ മോശം എന്ന് പറയുന്നില്ല, എങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയ രസമില്ലായിരുന്നു ഒരു വൺ ലൈനിലൊക്കെ പറയുകയാണെങ്കിൽ. പിന്നെ എടുത്തു പറയാണ്ട് ദിലീപിന്റെ ആക്ടിങ് അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ചെയ്തു വെച്ച പരിപാടി നൈസായിരുന്നു സിനിമയിൽ. ലുക്കും എസ്പെഷ്യലി ഈ അടുത്ത് വന്ന സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലുക്ക് നല്ല കിടിലമാണ്. അതായത് നമ്മുടെ വാളയാർ പരമേശ്വരന്റെ അത്ര ഒന്നും എത്തുന്നില്ല, അത് ഭയങ്കര കൾട്ട് സിനിമയാണ്, അതിനെപ്പറ്റി കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ദിലീപിന്റെ ലുക്ക് വളരെ രസമായിരുന്നു. പിന്നെ സിനിമയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് സ്റ്റോറി. അതായത് ഒരു മൂവിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റോറിയാണ്. സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ മേക്കിങ്ങിലൂടെയൊക്കെ പിടിച്ചു വെക്കണം. ആക്ടിങ് അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ പിടിച്ചു നിന്നാലാണ് നമുക്ക് സ്ക്രിപ്റ്റിനെ. അങ്ങനെ കുറെ സിനിമ ഉണ്ട്, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷെ സ്റ്റോറി ഭയങ്കര വീക്കായിരുന്നു. ഒരു റിവഞ്ച് സ്റ്റോറിയാണ്, പക്ഷെ അത് വളരെ മോശം എന്ന് പറഞ്ഞാൽ സ്റ്റോറി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വളരെ മോശം തന്നെയായിരുന്നു സ്റ്റോറി. അതൊന്ന് നേരെ ആക്കിയിരുന്നെങ്കിൽ നമുക്ക് ഈ ലോജിക്കില്ലെന്ന് പറയണതിനും ഒരു സ്പൂഫ് പരിപാടിയാണ് സിനിമ. മൊത്തത്തിൽ പറയുന്ന ഒരു സ്പൂഫ് സാധനം ഒക്കെ സംബന്ധിച്ച് സ്പൂഫ് കണ്ടിരിക്കാനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ചില റെഫറൻസ് പഴയ സിനിമ നമ്മുടെ CID മൂസ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കൊള്ളാം അത്യാവശ്യം ഒരു ഇതൊക്കെ. പിന്നെ ഒരു കഥ പറച്ചിലൂടെയാണ് സിനിമ പോണത്. കുറച്ച് പിള്ളേരുടെ ഒരുപാട് സ്പോയിലുകള, പക്ഷെ പിള്ളേരുടെ അതൊന്നും ഒരു സുഖമില്ല സത്യം പറഞ്ഞാൽ. ഒരുമാതിരി ക്രിഞ്ച് പരിപാടിയായിരുന്നു ആ പിള്ളേരുടെ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഫസ്റ്റ് ആദ്യത്തെ ഒരു മണിക്കൂറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം കഥയിലേക്ക് കിടക്കുമ്പോൾ എങ്കിൽ പോലും ദിലീപിന്റെ എൻട്രിയും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. ഒന്നാമത് കഥ ബോറായിരുന്നു, അത് വേറെ ഒരു കാര്യം. പിന്നെ നോ ലോജിക് എന്ന് ഇവര് പറയണത് സംഭവം ശരിയാണ്. കുറെ ലോജിക് സാധനങ്ങളൊക്കെ ഒട്ടും തന്നെ കണക്ട് ആവൂല. അത് നമ്മൾ സിനിമ കാണുമ്പോൾ തന്നെ അയ്യോ അവർ അങ്ങനെ പറഞ്ഞു, ലോജിക്കില്ല, അങ്ങനെ മാറ്റി വെച്ചു. എങ്കിൽ പോലും സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ സിനിമ നിങ്ങൾ എന്തായാലും പോയി കാണാൻ താല്പര്യമുള്ളവർ, ഇതാരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമയുടെ അവരുടെ പ്രൊമോഷൻ നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് സിനിമ ടീസറൊക്കെ കാണാൻ നിങ്ങൾ പോയി കാണാം. പിന്നെ ദിലീപ് പറയാനുള്ളതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കേസിനെ പറ്റി നിങ്ങൾക്ക് അറിയാം. അതിൽ ജനങ്ങളോട് എന്തൊക്കെ പറയാനുള്ള, അല്ലെങ്കിൽ മീഡിയാസിനോട് എന്തൊക്കെ പറയാനുള്ള, അദ്ദേഹത്തിന്റെ സഫർ അങ്ങനെയൊക്കെ സിനിമയിൽ അദ്ദേഹം എഴുതി വെച്ചാണോ അല്ലെങ്കിൽ റൈറ്റേഴ്സ് എഴുതി വെച്ചാണെന്ന് അറിയില്ല. അതും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ദേവൻ ആക്ടർ, പുള്ളിയുടെ റെഫറൻസ് പരിപാടിയൊക്കെ നൈസായിരുന്നു. ദേവൻജി അപ്പൊ അറിയാലോ, ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ടീസറിലും ട്രെയിലറും കണ്ടാണ്. ആ സീനും നൈസായിരുന്നു. പിന്നെ നമ്മുടെ സലിം കുമാറിന്റെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്, ആ സംഭവം നൈസ് തന്നെയായിരുന്നു. അങ്ങനെ ഒന്ന് രണ്ട് റെഫറൻസ് ഒക്കെ നമുക്ക് ഒന്ന് രണ്ട് പാട്ടൊക്കെ വെച്ച് സിനിമ നൈസാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അത് ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫ് വരുന്ന ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കൊള്ളാം. പിന്നെ ഇന്റർവൽ ബ്ലോക്ക് അത് നൈസ് സാധനമായിരുന്നു. അതുപോലെ കുറെ പരിപാടി പിടിച്ചെങ്കിൽ ഇന്റർവൽ ബ്ലോക്കിൽ അത് ലോജിക്കില്ല, അത് സംഭവിച്ചു. അവർ പറഞ്ഞ പോലെ അതൊക്കെ അവരെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഇന്റർവെല്ലിന് ശേഷം മണിച്ചേണ്ട നമ്മുടെ സോന സോങ് ഭയങ്കര റൂമേഴ്സ് കേട്ടൊരു സംഭവമാണ്. അത് കലക്കനാണ്, അതൊരു കിടിലൻ സാധനം തന്നെയാണ്. പിന്നെ തിയേറ്ററിൽ അവിടെ കേൾക്കുമ്പോൾ ഇത് നിങ്ങൾ OTT-യിലേക്ക് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ, ഞാൻ ഇപ്പോൾ പറയണത് പോലും ആ എലമെന്റ് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. തിയേറ്ററിൽ ആ ക്രൗഡിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു. അതിനെ കുറ്റം പറയുന്നില്ല, അത് നൈസ് തന്നെയായിരുന്നു. എൻ്റെ ഓഡിയൻസും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് ബ്ലോക്കിലാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാലിന്റെ ലുക്കും ഒക്കെ അടിപൊളിയായിരുന്നു. മുണ്ട് മടക്കേടി ആ റെഫറൻസ് മോഹൻലാലിന്റെ 22 മിനിറ്റ് അത് നൈസ് ആയിരുന്നു. മോഹൻലാൽ ഫാൻ ആണെങ്കിൽ, നിങ്ങൾക്ക് മോഹൻലാലിന് ഇഷ്ടമാണെങ്കിൽ ആ സീൻ എന്തായാലും നൈസ് സാധനങ്ങളാണ്. മോഹൻലാൽ അറിയാലോ ഒരു ഗില്ലി, അതായത് നമ്മുടെ വിജയ് ഫാനായിട്ട് പറഞ്ഞ അതിന്റെ സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. പിന്നെ അയിഞ്ഞാട്ട സോങ് ഇപ്പോഴാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് അയിഞ്ഞാട്ട സോങ്ങിന് 10/10 തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ഇതൊരു സ്പൂഫ് പടമാണ്. ആ സ്പൂഫിന് പറ്റിയ വരികൾ തന്നെയാണ് അതിന് കൊടുത്തത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ
ആ വരികളൊന്നും അത്ര രസമില്ലെങ്കിലും പിന്നെ സിനിമയ്ക്ക് പറ്റിയ പാട്ട് തന്നെയാണ്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയണത്. പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ ഇന്റർവ്യൂ ട്രോൾസ്, വിനീത് ശ്രീനിവാസന്റെ സംഭവങ്ങൾ, ചെന്നൈ പാസം, അങ്ങനത്തെ കളിയാക്കലുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ റൈറ്റേഴ്സും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ അഭിനയം കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ബമ്പർ ചിലിയുടെ അശ്വിൻ, അങ്ങനെ കുറച്ച് കോമഡി ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരും വലിയ സീനില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് പ്രശ്നം തോന്നുന്നത് സ്റ്റോറി വളരെ മോശം തന്നെയായിരുന്നു. അത് നിങ്ങൾക്കൊന്ന് പിടിച്ച് വെച്ചെങ്കിൽ നമുക്കിതൊരു അത്യാവശ്യം ഒരു 100 കോടി സിനിമ, ഇത് എനിക്ക് അത്ര എത്തുമെന്ന് അറിയില്ല. നമ്മുടെ മോഹൻലാൽ എൽ ഫാക്ടർ ഭയങ്കര സഹായിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഒട്ടും സുഖമായില്ല. ചുമ്മാ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിനൊക്കെ ലീഡൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ചെറിയ തമിഴിലെ ഒരു ക്യാമിയൊക്കെ ഉണ്ട്. അതും പിന്നെ വലിയ രസമില്ല, എനിക്ക് വലിയ രസമായിട്ട് തോന്നിയില്ല ക്ലൈമാക്സ് ഒക്കെ ഒന്നും. പിന്നെ നമ്മുടെ നമ്മുടെ സാൻഡി മാസ്റ്റർ ഉണ്ട്. പുള്ളി ലോകയിൽ ചെയ്ത ആ ലുക്കൊക്കെ തന്നെ ആണെങ്കിൽ പോലും സാൻഡി മാസ്റ്റർ എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഫാക്ടർ ഉള്ളതുകൊണ്ട് സംഭവിച്ചാന്ന് തോന്നുന്നു. പുള്ളിക്കൊന്നും വലിയ റോളില്ല. ആ റോളൊന്നും അത് വേറെ ആരും ചെയ്താലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നമ്മുടെ ബബ്ബയെ പറ്റി പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തണം. ഞാൻ എൻ്റെ ചാനലിലെ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ കുറച്ച് ഈ വർഷത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു സിനിമയാണ്. വലിയതായിട്ടും തിയേറ്ററിൽ നിന്നും ഒന്നും തന്നെ ഒരു ഓർമ്മയൊന്നും കിട്ടാത്തൊരു സാധനം. ഒന്നും എടുത്തു പറയാൻ പറ്റും. പഴയ സിനിമകളിലെ സംഭവങ്ങളൊക്കെ വെട്ടത്തിലെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ നൈസായിരുന്നു. റെഫറൻസ് ചില സാധനങ്ങളൊക്കെ, ചിലതൊക്കെ ഏറ്റു, ചിലതൊക്കെ ഏറ്റില്ല. പിന്നെ ഓഡിയൻസിന്റെ ക്രൗഡിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. OTT വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാണ്ടിരിക്കണത് തന്നെ നല്ലത്. കാരണം OTT എത്തുമ്പോൾ നിങ്ങൾക്ക് യാതൊന്നും തോന്നാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും തിയേറ്ററിൽ പോയി കാണുന്നവർ എന്തായാലും പോയി കാണാം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.